അമ്മേ അമ്മേ ഓടി വന്നേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. വേണ്ടാത്ത ഓരോ ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസമൊന്നും ഇതിനകത്ത് പറ്റില്ല. അവന്റെ ഒരു കോഴി എന്തൊരു വാസന. ഒന്ന് മറിച്ചില്ലടാ, വേഗം മുരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റിൽ ചെന്നാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി വാങ്ങിച്ചോക്കാന്ന്. ഒരു 2 എണ്ണം നല്ല ചകചകാനം കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട ഇറക്കിയ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടൂ, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞാ ഇത് വില്ലേജ് അല്ലയോ, ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ, മതിയോ? തീപ്പെട്ടിയുണ്ട്. എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ, അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാ. എങ്ങനെയുണ്ട്? ആ ധീർക്കോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കൂടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല. നീ ആ ഷർട്ട് വെച്ചേ. ഏയ്, ഒന്നുമില്ലെന്നേ. ഷർട്ട് വിടാ. എന്താ ഇങ്ങനെ? നിങ്ങൾ നോക്കിയേ. ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ. ഞാൻ വിളിക്ക്. നീ വിളിക്ക്. ഞാനോ? വിളിക്കടാ. ചവിട്ടി തുറക്കണ. ആരാ? ഞാൻ തന്നെ. തുറക്ക്. നല്ല കോലത്തിലാണല്ലോ. നാട്ടുകാർ കാണണ്ട, അകത്തേക്ക് കയറി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രായമായ പെമ്പിള്ളേരുള്ള വീടായത്. കുടിച്ചു കൂത്താടലൊന്നും ഇവിടെ നടക്കില്ല. മാനവും മര്യാദയും കളയാതെ ഇത്രയും കാലം ജീവിച്ചു, പിള്ളേരെയും വളർത്തി. ഇനി ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാനവും മര്യാദയെ പറ്റി നീ പറയാതെ വലിയ ശീലാവതി. ഞാൻ പോയപ്പോ നിനക്ക് എത്രയാണ് കൊച്ചുങ്ങള്? ഒന്ന് എവിടുന്ന് വന്നിട്ട് രണ്ടാമത്തെ? നിർത്തുന്നുണ്ടോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ഭാര്യയുടെ പാതിവൃത്തി അളക്കാൻ. കേറി പോയില്ലേ അവത്തി രണ്ടും? പറയണോ ഞാൻ പഴയ കഥകളൊക്കെ? വേണ്ട, പറയിക്കണ്ട. കുട്ടികൾക്ക് അച്ഛന് വേണമെന്ന് പറഞ്ഞപ്പോ മുതലേ പഴയതെല്ലാം മറന്നുപോയെന്ന് എന്നോട് തന്നെ ഞാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊന്നും മറക്കാൻ കഴിയാത്തത് കൊണ്ടാ ഇന്നും നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കാൻ സാധിക്കാത്തത്. സംശയം ബാക്കി വല്ലതുണ്ടെങ്കിൽ പുലരാൻ നിൽക്കണമെന്നില്ല.